ഹൃദയം തകർന്നവരുടെ സൗഖ്യദാതാവ്. സങ്കീർത്തനങ്ങൾ 147:3. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യങ്ങളിലൊന്നിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്: വേദനയും സൗഖ്യവും. നമ്മുടെ ജീവിതത്തിൽ ആർക്കാണ് മുറിവുകളില്ലാത്തത്? ശരീരത്തിലെ മുറിവുകൾ മാത്രമല്ല, അതിലും ആഴത്തിലുള്ള മുറിവുകളുണ്ട്: ഹൃദയത്തിലേൽക്കുന്ന മുറിവുകൾ. നഷ്ടപ്പെട്ട ബന്ധങ്ങൾ, തകർന്ന സ്വപ്നങ്ങൾ, പ്രതീക്ഷിച്ച സൗഹൃദങ്ങളിൽ നിന്നുള്ള ഒറ്റപ്പെടൽ, നമ്മൾ ചെയ്ത തെറ്റുകളെക്കുറിച്ചുള്ള കുറ്റബോധം. പുറമെ ചിരിക്കുമ്പോൾ പോലും ഉള്ളിൽ ആരും കാണാത്ത കണ്ണുനീരും വേദനയും പേറുന്നവരുണ്ട്. ഹൃദയം തകർന്ന അവസ്ഥ ഒരുപക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ഭാരമാണ്. ഈ ലോകം നമ്മോട് പറയും: ശക്തനായിരിക്കുക, വേദന മറച്ചുവെക്കുക, മുമ്പോട്ടു പോകുക. എന്നാൽ ആ വേദനയെ ശരിക്കും മനസ്സിലാക്കാനോ ആ മുറിവിനെ പൂർണ്ണമായി സുഖപ്പെടുത്താനോ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. അവിടെയാണ് നമ്മുടെ ദൈവത്തിന്റെ വാഗ്ദാനം മഹത്തരമാകുന്നത്. സങ്കീർത്തകൻ പറയുന്നു, അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. നമ്മുടെ ദൈവം ഒരു വിദഗ്ധനായ വൈദ്യനെപ്പോലെയാണ്. അവൻ മുറിവുകളെ അവഗണിക്കുന്നില്ല. അവൻ കാണാത്ത മുറിവുകളില്ല. ഒന്നാമതായി, അവൻ നമ്മെ അറിയുന്നു. നിങ്ങളുടെ വേദനയുടെ ആഴം, നിങ്ങൾക്ക് എത്രത്തോളം ഭാരമുണ്ട് എന്ന് അവൻ കൃത്യമായി മനസ്സിലാക്കുന്നു. രണ്ടാമതായി, അവൻ സൗഖ്യം നൽകുന്നു. വച്ചുകെട്ടുക എന്നതിനർത്ഥം അവൻ മുറിവിനെ പെട്ടെന്ന് മറച്ചുകളയുകയല്ല, മറിച്ച് ഒരു ശസ്ത്രക്രിയയ്ക്ക് ശേഷം മുറിവ് ശ്രദ്ധയോടെ കെട്ടുന്നതുപോലെ അവൻ നമ്മുടെ മുറിവുകളെ സൗമ്യതയോടെ പരിപാലിക്കുന്നു. അവന്റെ സ്നേഹം, അവന്റെ ക്ഷമ, അവന്റെ സമാധാനം എന്നിവയാലാണ് അവൻ ആ മുറിവുകൾക്ക് ആശ്വാസം നൽകുന്നത്. ഈ ലോകത്തിൽ നിങ്ങൾ എവിടെയും തേടിയിട്ടും കണ്ടെത്താത്ത ആശ്വാസം, നിങ്ങളുടെ ഹൃദയഭാരം ഇറക്കിവെക്കാനുള്ള ഇടം ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് ഹൃദയം തകർന്നാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മുറിവുകൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അവൻ വിശ്വസ്തനാണ്. അവൻ നിങ്ങളുടെ ദുഃഖത്തെ സൗഖ്യമാക്കി നിങ്ങൾക്ക് ഒരു പുതിയ പ്രത്യാശയും ശക്തിയും നൽകും. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ആമേൻ. ഹൃദയം തകർന്നവരുടെ സൗഖ്യദാതാവ്. സങ്കീർത്തനങ്ങൾ 147:3. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യങ്ങളിലൊന്നിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്: വേദനയും സൗഖ്യവും. നമ്മുടെ ജീവിതത്തിൽ